അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ ആയത്തുകളൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൂചനകളാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബുദ്ധിമാൻ ആരാണ് ബുദ്ധിമാൻ? തൻ്റെ ശരീരത്തെ മനസ്സിലാക്കി തൻ്റെ ജീവിത ശൈലികളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് ഒരു ദിവസം ഞാനും ഈ ലോകത്ത് നിന്ന് വിട പറയും, നമ്മുടെ നേതൃത്വം, നമ്മുടെ നേതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു, അത് ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് നമ്മളും വിട പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. 63 വർഷ കാലയളവിൽ ദുനിയാവിൽ ജീവിച്ചിട്ട്, ആദരവായ റസൂൽ 63 വയസ്സ് വരെ ജീവിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും അള്ളാഹിൻ്റെ റസൂലിന് മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ബുദ്ധിമാൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയമായി എന്നറിഞ്ഞപ്പോൾ തന്നെ തയ്യാറായി, യാത്രയ്ക്ക് ഒരുങ്ങി എന്നുള്ളതാണ്. ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു. ദിക്റുകൾ ധാരാളം ചൊല്ലാൻ തുടങ്ങി. ദിക്റുകൾ ധാരാളം അധികരിപ്പിച്ചു. ഖുർആൻ ഓതൽ അധികരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബങ്ങളെല്ലാം പോയി സന്ദർശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപാടുകൾ പൂർത്തീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയെങ്കിലും നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഏതെങ്കിലും നിലയിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി അവരോട് പൊരുത്തം വാങ്ങി. ആരാണ്? ലോകത്തിൻ്റെ നേതാവിൻ്റെ വാക്കായി പറയുന്നത്. നമുക്കൊരുത്തന് പൊരുത്തപ്പെട്ടെടുക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കൂല. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു മാതൃകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്തിൻ്റെ നേതാവ് നമ്മുടെ മാതൃകാ പുരുഷനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മഹത്തായ മാതൃകയാണ്, ഉദാത്തമായ മാതൃകയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്കുള്ളത്. ആ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് മുന്നോടിയായി സൂചനകൾ ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി കുടുംബക്കാരെ എല്ലാം പോയി കണ്ടു. ആ കുടുംബ ബന്ധം അടുപ്പിച്ച് അവരോട് പോയി പൊരുത്തപ്പെടിച്ച് ഇടപാടുകളൊക്കെ പൂർത്തീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് തയ്യാറായി. നമ്മൾ മിണ്ടാതെ അല്ലേ മരിച്ചു പോകുന്നത്? നമ്മൾ ഈഗോ കാണിച്ചിട്ട് നമ്മുടെ കുടുംബക്കാരോട് ഒരു വാക്ക് പോലും പറയാതല്ലേ മരിച്ചു പോകുന്നത്? സ്വർഗത്തിലേക്കുള്ള യാത്രയാണോ അത്? ചിന്തിച്ചു നോക്ക്. എവിടെ സ്വർഗം? ശത്രുക്കളോട് പോലും പോയി റസൂലുള്ള പൊരുത്തം വാങ്ങി മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ്. പൊരുത്തം വാങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കായി ഞാൻ ഈ പറയുന്നത്. എൻ്റെ കാര്യമല്ല, എൻ്റെ നിങ്ങളുടെ മരണമൊന്നും അല്ല ഇത്. അല്ലാഹു അല്ല നമുക്കൊക്കെ നല്ല മരണം തരട്ടെ. നമ്മുടെ ഈഗോ മനസ്സിൽ നിന്ന് ഖബറിൽ കൊണ്ടുവച്ചാലും മാറൂല. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന വസിയത്ത്, അവനെ എൻ്റെ മയ്യത്ത് കാണിക്കരുത്, എൻ്റെ പരിസരത്ത് ഈ വീട്ടിൽ അവനെ കൊണ്ടുവരുത്തരുത്. മരിക്കുന്ന വസിയത്ത് നമ്മുടെ വസിയത്താണ്. റസൂലുള്ളാഹി തങ്ങളുടെ വസിയത്ത് ഇതായിരുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ വസിയത്ത് ഇതായിരുന്നില്ല. നമ്മുടെ വാശി അത്രത്തോളമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആഖിറത്തിലേക്ക് ഞാനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ തെളിവ്. അതാണ് അതിൻ്റെ തെളിവ്. റസൂലുള്ള വഫാത്തായി നമുക്ക് നാളെ സ്വർഗമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഒരാൾക്കും പറയാൻ കഴിയൂല. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വർഗമാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. ലിവാഉൽ ഹംദി ബിയദി. ആദ്യമായി എൻ്റെ ഖബറാണ് പിളർക്കപ്പെടുക. ഞാൻ എഴുന്നേൽക്കും. എന്നെ ഞാൻ ബഖീഉൽ ഖർഖദിലേക്ക് പോകും, ജന്നത്തുൽ ബഖീയിലേക്ക് പോകും. ഫയുഹ്ശറൂന മഈ, അവരെ എന്നോടൊപ്പം ഉയർത്തും. പിന്നെ മക്കയിൽ കൊണ്ടും, മക്കയിലും അവർ രണ്ട് മക്കത വൽ മദീന, രണ്ടിനെയും മധ്യത്തിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നൊക്കെ റസൂലുള്ള പറഞ്ഞ്, വഅന ഖായിദുഹും, ഞാനാണ് ഇവരെ മൊത്തം നയിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നത്. വഅന ഖതീബുഹും, ഞാനാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. വഅന മുസ്തശ്ഫിഉഹും, ഞാനാണ് ഇവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്. ആരായി പറയുന്നത്? ലിമാഉൽ ഹംദി ബിയദി. അന്നൊരു കൊടിയുണ്ടല്ലോ, ആ ഹംദ് എന്ന കൊടി, അതെൻ്റെ കയ്യിലാണ്. തഹതഹു ആദം വമൻ ദൂനഹു, ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം വന്നവരടക്കം എൻ്റെ കീഴിലാണ്.
ആ കൊടി എൻ്റെ കയ്യിലാണ്. ആ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗത്തിൻ്റെ താക്കോൽ ഞാനാണ് ആദ്യമായി സ്വർഗം തുറക്കുന്നത് എന്നൊക്കെ പഠിപ്പിച്ച ആ ഹബീബായ തങ്ങൾ വഫാത്തിൻ്റെ സൂചന വന്നപ്പോൾ തയ്യാറെടുക്കുകയാണ്. കുടുംബക്കാരോടൊക്കെ പോയി പൊരുത്തം ചോദിച്ച്, തൻ്റെ എതിരാളികളോടൊക്കെ പോയി പൊരുത്തപ്പെടേ, നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ നാവ് കൊണ്ട് വാക്കുകൊണ്ട് എന്തെങ്കിലും. ഇത് മയ്യത്ത് സ്കരിച്ച് മയ്യത്ത് മരിച്ച് മയ്യത്തായി മൂക്കി പഞ്ഞിയും വെച്ച് നാക്കും കൂട്ടിക്കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴാണ് ചോദിക്കുന്നത്, മയ്യത്തിനോട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണേ. ഇത് നമ്മുടെ ഒരു ശൈലിയായിപ്പോയി. മരിച്ച സാധനത്തിനോട് നമ്മൾ പൊരുത്തപ്പെട്ട്, പക്ഷെ അയാൾക്ക് നമ്മളോട് പൊരുത്തപ്പെടണമെങ്കിൽ കഴിയുമോ? ഇനി കഴിയോ? ഈ കിടക്കുന്ന മയ്യത്ത് നമ്മളോട് ദുൽമ ചെയ്തിട്ടുള്ള മയ്യത്താണ്. ശരി, എനിക്കൊന്ന് അവനോടൊരു പൊരുത്തം വാങ്ങണം. ഞാൻ മരിക്കാറായി കിടക്കുന്ന സമയത്ത് പോലും അവനെ ഒന്ന് കൂട്ടിയിട്ട് വാ, ഞാനൊരു പൊരുത്തം വാങ്ങട്ടെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണട്ടെ. ഇല്ല, അബൂജഹലിൻ്റെ വാശിയാണ്, ഉത്തുബത്തിൻ്റെ വാശിയാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ വാശിയാണ്. ഇല്ല, ഞാൻ ഒരിക്കലും ശരീഅത്തിൽ നിന്ന് ഞാൻ ഈ ഈമാൻ കൊള്ളാൻ തയ്യാറല്ല, ഞാൻ ഞങ്ങളുടെ ആദർശത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകില്ല. അങ്ങനെ വാശി പിടിച്ചിരുന്നവരാണ് അവർ. അതേ വാശിയാണ് ഇന്നത്തെ നമ്മുടെ കൗമിനുള്ളത്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല, എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിക്കരുത്. ഇതാണ് നമ്മുടെ ശൈലി. റസൂലുള്ളാഹിയുടെ ശൈലിയല്ല കേട്ടോ, ഇത് നമ്മുടെ ശൈലിയാണ്, റസൂലുള്ളാഹിയുടെ ശൈലിയല്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് വഫാത്തിനോട് അനുബന്ധിച്ചുള്ള സൂചനകൾ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇതാണ് ചെയ്തത്. കൂടുതൽ ഖുർആൻ ഓതി. നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നിട്ട് റസൂലുള്ളാഹി ദുആ ചെയ്തു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. അല്ലാഹുവേ, നീ തന്നെയാണ് മഹോന്നതൻ, ഉന്നതൻ, ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠൻ, പരിശുദ്ധൻ. അല്ലാഹുമ്മ ഗഫിർലി, നീ എനിക്ക് പുറത്ത് തരണേ അല്ലാഹ്. സുജൂദിൽ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങി. സുജൂദിൽ വഫാത്തിന് മുന്നോടിയായിട്ടുള്ള സംഭവമാണ്. അപ്പം ഇതെല്ലാം ഒരു സൂചനയാണ്. നമുക്കും ഈ മരണം വരും, നമ്മളും ഇതെല്ലാം പൊരുത്തപ്പെടിച്ച് നമ്മൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ പൂർത്തീകരിച്ച് ഒരു ഹക്കും ഒരാളോടുമില്ല. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് ജനങ്ങളോടൊന്നും ഒരു ഹക്കുമില്ല, ഞാൻ ഒരാളോടും വെറുപ്പുമില്ല, എനിക്ക് വിദ്വേഷവുമില്ല, ഒരാളോടും പൊരുത്തം വാങ്ങേണ്ട കാര്യവുമില്ല, ഒരാൾക്ക് 1 രൂപ കൊടുക്കാനുമില്ല. ഇനി അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ മാത്രമേ എനിക്കുള്ളൂ, അതിന് ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു. സന്തോഷമായി ഈ ലോകത്ത് നിന്ന് എനിക്ക് വിട പറഞ്ഞു പോകാം, സന്തോഷമായി വിട പറഞ്ഞു പോകാം. അല്ലാത്തിടത്തോളം കാലം സന്തോഷത്തോടു കൂടി പോകാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു മർസുഖുന ഹുസ്നുൽ ഖാത്തിമ, ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു താല നൽകുമാറാകട്ടെ. വാശി വൈരാഗ്യങ്ങളൊക്കെ കളയി. നാളെ മരിച്ചു പോകേണ്ടവരാണ്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മാതൃകാ നേതാവാണ്. റസൂലുള്ളാഹി തങ്ങൾ പോലും പൊരുത്തം വാങ്ങി ശത്രുക്കളോട്. ഇത് അള്ളാഹു റസൂലുള്ളാഹിക്ക് തങ്ങൾക്ക് നൽകിയ സൂചന. ഉടനെ റസൂലുള്ള എന്ത് ചെയ്തു? സഹാബാക്കൾക്ക് സൂചന നൽകി, പൊതുവായിട്ട് സൂചന നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദല്ലാഹ് ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. സഹാബ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവും അല്ലാഹ് ഒരുക്കി വെച്ച ഒന്നും ദുനിയാവിലുള്ള ഒന്നും, ഇത് രണ്ടിനെയും ചേർത്ത് പിടിച്ചിട്ട് ഒരാളെ അല്ലാഹു തആല സെലക്ട് ചെയ്തിട്ട് പറയുകയാണ്, ചോദിക്കുകയാണ്, അള്ളാൻ്റെ അടുക്കൽ ഇഷ്ടമുള്ള, അല്ലാഹു ഇഷ്ടപ്പെട്ട, അവൻ്റെ അടുക്കലുള്ള അവൻ്റെ സമ്മാനങ്ങൾ കൊടുക്കാൻ അല്ലാഹ് തയ്യാറാണ് എന്ന് ഒരാളോട് അല്ലാഹു പറയുമ്പോൾ ഏതായിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുക? ആ ദാസൻ തിരഞ്ഞെടുക്കുക. ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. ആ ദാസൻ തിരഞ്ഞെടുത്തത് അള്ളാൻ്റെ അടുക്കലുള്ള ഒന്നാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ വലിയ പാഠം നമുക്കുണ്ട്. അള്ളാൻ്റെ അടുക്കലുള്ളതാണ് നമ്മളും തിരഞ്ഞെടുക്കേണ്ടത്, ദുനിയാവിലുള്ളതല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏറ്റവും വലിയ പാഠമാണ്. ദുനിയാവിൽ നിനക്ക് സമ്പത്ത് തരാം, വലിയ ഒരു തിരുവനന്തപുരം സിറ്റിയിൽ 50 ലക്ഷത്തിൻ്റെ ഒരു വീട് തരാം. പക്ഷേ അല്ലാഹു തആല നാളെ നിന്നെ മരിപ്പിക്കാം, സ്വർഗത്തിൽ നിന്നെ വിടാമെന്നും അല്ലാഹു വഅദ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും നിൻ്റെ അഭിപ്രായം? ഒരു മലക്ക് വന്ന് നമ്മുടെ അടുത്ത് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നമ്മൾ കാണുന്നു, വെള്ളിയാഴ്ച രാവ് സ്വപ്നം കാണുന്നു, ആവർത്തിച്ച് സ്വപ്നം കണ്ടു 2-3 പ്രാവശ്യം.
അള്ളാഹു നിനക്ക് നിൻ്റെ വിഷമം മനസ്സിലാക്കി. നീ കിടന്ന് ഒന്നുമില്ല, കിടന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്ത് ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി തുടർച്ചയായിട്ട് ഒതോടുകൂടി നീ കിടന്ന് നീ സ്വപ്നം കാണുന്നു. നിനക്ക് അള്ളാഹു ഒരു 50 ലക്ഷത്തിൻ്റെ വീടും കുറച്ച് സമ്പത്തും തരാമെന്ന് പറയുന്നു. കൂട്ടത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നു നിനക്ക് സ്വർഗത്തിലൊരു ഉന്നതമായ നൽകാം, ഉന്നതമായ ഒരു സ്ഥാനം നൽകാം. നീ ഏതിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മളൊരു സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആദ്യം ദുനിയാ വലിയ ഉസ്താദെ, പിന്നല്ലേ ആഖിറം. മസല കണ്ടുപിടിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന. ആദ്യം ദുനിയാവിൽ കിടപ്പാടുണ്ടാവട്ടെ. സ്വർഗത്തിലേക്ക് വേണ്ടി നമുക്ക് 50 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം എടുത്ത് ഹജ്ജിനും പോകാം, ഉംറയ്ക്കും പോകാം. അങ്ങനെ നമുക്ക് സ്വർഗം വിലയ്ക്ക് വാങ്ങാം. നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ച അങ്ങനല്ല. അള്ളാന്റെ അടുക്കൽ. ഫലസ്തീൻ്റെ മക്കൾ ചിന്തിക്കുന്നത് അള്ളാന്റെ അടുക്കല. ഞങ്ങളെ തളർത്താൻ നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾ പട്ടിണി കിടന്നാലും, ഞങ്ങൾ മണ്ണ് വാരി തിന്നാലും, ഞങ്ങൾ ഉപ്പുവെള്ളം കുടിച്ചാലും, ഞങ്ങളുടെ വീട് പോയാലും, ഉമ്മ പോയാലും ഉപ്പ പോയാലും, ഞങ്ങളെ മുരടോടുകൂടി നിങ്ങൾ നശിപ്പിച്ചാലും അള്ളാന്റെ അടുക്കലുള്ള ഒന്നിനെ ഒരിക്കലും ഞങ്ങൾ നിരാശയോട് കാണുന്നില്ല. അത് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ഞങ്ങളെ കൊന്നെടുത്തോളി, ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ പോയിക്കോളാം. അവരെ തിരഞ്ഞെടുക്കുന്നത് അതാണ്. ഏത് സമയത്തും വരുന്ന ന്യൂസുകൾ അങ്ങനെയാണല്ലോ. ഒരാൾ പോലും ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഇസ്രായേലിലേക്ക് വന്നേക്കാം, ഞങ്ങൾ ജൂതനായേക്കാം, നസ്രാനിയായേക്കാം എന്നല്ല അവർ പറഞ്ഞത്. കുഞ്ഞു മക്കൾ അടക്കമുള്ളവർ അവർ തിരഞ്ഞെടുത്തു ഞങ്ങളെ നിങ്ങൾ കഷണമായി മുറിച്ചു മാറ്റിയാലും കൊന്നൊടുക്കിയാലും ചിന്ന ഭിന്നമാക്കിയാലും ഞങ്ങളുടെ വാരിയല്ലുകൾ കൊണ്ട് കോർക്കപ്പെട്ട കൽബിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഈമാന്റെ മാധുര്യം അത് നിങ്ങൾക്ക് പൊട്ടിച്ചെല്ലാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. അത് അള്ളാൻ്റെ അടുക്കലുള്ളതാണ്. ആ അള്ളാൻ്റെ അടുക്കലുള്ളതിനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആരെല്ലാം ഏതെല്ലാം അറബികൾ ഞങ്ങളെ നോക്കി കുത്തികളാക്കി കണ്ടാലും അള്ളാൻ്റെ അടുക്കലുള്ള ആ ഒരു അനുഗ്രഹം വാങ്ങാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വിധിക്കപ്പെട്ടത് ഫലസ്തീൻ്റെ മക്കളാണ്. നമുക്കൊന്നും കിട്ടുമെന്ന് അള്ളാഹു അലം. അപ്പോൾ തരട്ടേന്ന് ദുആ ഇറക്കാം. ഇത് ഉറപ്പായിട്ട് കിട്ടും അള്ളാൻ്റെ അടുക്കലുള്ളത്. ആ ത്യാഗം അതാണ്. അതുകൊണ്ട് അവരുടെ ഈ ദുനിയാവിലത്തെ ഈ കഷ്ടത്തിൽ നമുക്ക് വിഷമമുണ്ടെങ്കിലും അവരൊന്ന് കണ്ണടച്ചാൽ മതി. അവർക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനമാണ്. അതിലവർ നിരാശരല്ല, അതിൽ സന്തുഷ്ടരാണവർ. അതാണ് രസം. ഫലസ്തീൻ്റെ മക്കളുടെ ഒട്ടവും ചാട്ടവും. ഒരു കുട്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1 മാസം കൊണ്ട് ഞാനിപ്പോൾ കുടിക്കുന്ന ആദ്യത്തെ വെള്ളം ഇതാണെന്ന്. പക്ഷേ ആ കുട്ടിക്ക് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. അതാ രസം. പ്രത്യേകമായ ഖുദ്റത്താൻ. ഒരു തണുത്ത ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് പറഞ്ഞ വാക്കതാണ്. 1 മാസമായിട്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കുടിക്കാൻ ഈ വെള്ളമാണ്. അൽഹംദുലില്ലാഹ്. അപ്പം അവരാഗ്രഹിക്കുന്നുണ്ട് അള്ളാൻ്റെ അടുക്കലുള്ള ഒന്നിനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അള്ളാൻ്റെ അടുക്കലുള്ളതിനെ അള്ളാൻ്റെ അടുക്കലുള്ളതിനെ ആ ദാസൻ തിരഞ്ഞെടുത്തു. സ്വഹാബത്തെ, ദുനിയാവും സ്വർഗവും അള്ളാഹ് തരാന്ന് പറഞ്ഞു ഒരു ദാസനോട്. പക്ഷെ ആ ദാസൻ തിരഞ്ഞെടുത്തത് സ്വർഗത്തുള്ള ഒന്നിനെയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഫബക അബൂബക്കർ. ആർക്കും കരയാൻ ബുദ്ധി വന്നില്ല, മനസ്സിലായില്ല എന്താന്നുള്ളത്. എപ്പോഴും റസൂലുള്ളാഹി സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ പറഞ്ഞതായിരിക്കും എന്ന് കരുതി. ഫബക അബൂബക്കർ. അബൂബക്കർ കളിക്കൂട്ടുകാരനാണ്. ചെറുപ്പം മുതലേ റസൂലുള്ളാഹി തങ്ങളുമായിട്ടാണ് എല്ലാ മേഖലകളിലും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോൾ അബൂബക്കറിന് കത്തി. അബൂബക്കറിന് മനസ്സിലായി. ഫബക അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. റസൂലുള്ളാഹി നമ്മളെ വിട്ടിട്ട് പോകുകയാണ്, അതിൻ്റെ സൂചനയാണ് ഇതെന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. റാവി പറയാണ്, സദസ്സിലിരുന്ന സ്വഹാബി ഫഅജബ്നാ ലിബുകായിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോയി. ഫഖുൽതു ഫീ നഫ്സി. ഞങ്ങൾ സ്വമേധയാ പറഞ്ഞു പോയി, മാ യുബ്കി ഹാദ ഷെയ്ഖ്. ഈ ഷെയ്ഖ് എന്തിനാ ഇത്ര കിടന്ന് കരയാൻ? അള്ളാഹു ഒരാളെ തിരഞ്ഞെടുത്തു, അള്ളാഹിൻ്റെ അടുക്കലുള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഫദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ളാഹി അള്ളാഹ് തിരഞ്ഞെടുത്തു. അവർ ധരിച്ചത് വേറെ രീതിയിലാണ്. അള്ളാഹ്ക്ക് എന്തോ വലിയൊരു പാരിതോഷികം അള്ളാഹു ഒരു ദാസന് കൊടുക്കാമെന്ന് കരുതി എന്നാണ് അവർ സഹാബത്ത് ധരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മനസ്സിലായില്ല, ഇവിടെ കൊണ്ടൊന്ന് കൊടുക്കാനല്ല, അങ്ങ് കൊണ്ടുപോയി കൊടുക്കാനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ മനസ്സിലായുള്ളൂ. ബാക്കിയുള്ള സഹാബാക്കൾക്ക് അത്രയ്ക്കും കത്തിയില്ല. അതുകൊണ്ടാണ് സഹാബാക്കൾ പറഞ്ഞത്, ഇവരെന്തിനാ ഇത്രയും കിടന്ന് കരയുന്നത്, ഇവരെന്തിനാ ഇത്ര വിഷമിക്കുന്നത്?
അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്ത് അള്ളാഹു കൊടുക്കുന്നത് കൊടുക്കട്ടെ. അതിനെന്താണ്? ഇയകുനില്ലാഹു ഖയ്യറ അബ്ദൻ മാ ഇൻദല്ലാഹ് ഫകാന ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂബക്കർ ഖദ് അഅലമന. ഞങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തിയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പിന്നെന്തിനാ അദ്ദേഹം ഇങ്ങനെ നടന്ന് കരയുന്നത്? റസൂലുള്ളാഹിക്ക് കിട്ടേണ്ടത് കിട്ടട്ടെ. സംഭവം മനസ്സിലായി. അബൂബക്കറിന്റെ കരച്ചിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി അബൂബക്കറിന് കാര്യം പിടികിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോക്കിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ ലാ തബ്കി. അബൂബക്കർ നീ കരയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ നോക്കിയിട്ട് പറഞ്ഞു, കരയരുത്. فقال رسول الله صلى الله عليه وسلم إن أمن الناس علي في صحبته وماله أبو بكر. സാമ്പത്തികമായും ശാരീരികമായും സൗഹൃദപരമായും മാനസികമായും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്നോടൊപ്പം കൂടെ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തു തന്ന ഒരു വ്യക്തിയാണ് അബൂബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ഈ ഉമ്മത്തിന് ചെയ്ത ഒരവസ്ഥ നന്മകളൊക്കെ പറയാം. സമുദായത്തിന് ഒരാളൊരു നന്മ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാനൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ലത്തഖൽതു അബാ ബക്കറിൻ ഖലീല. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖൽതു അബാ ബക്കർ വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമദ്ദതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ കളിക്കൂട്ടുകാരനാണ്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഭാഷയിൽ പറയുന്ന ഒരു വാക്കാണ് ഈ കളിക്കൂട്ടുകാരൻ എന്നിട്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രത്യേകമായി ഒരു സുഹൃത്ത് കൂട്ടുകാരനില്ല. നമുക്കൊക്കെ പ്രത്യേകമായ ഒരു കൂട്ടുകാരുണ്ടല്ലോ. നമ്മൾ എത്രത്തോളം ചെറുപ്പം മുതൽ വളർന്നു വന്നാലും വലിയ ഉദ്യോഗം കിട്ടിയാലും എന്തെല്ലാമായാലും നമുക്കൊരു കളിക്കൂട്ടുകാർ, നമ്മുടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ, എല്ലാ നിലയ്ക്കും ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമുക്കൊരാളുണ്ടാകും. അപ്പം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ മന്ത്രി ആയിരിക്കും. നമ്മൾ വൈകിട്ട് അവനോട് കേട്ടാ നമുക്കൊന്ന് കളിക്കാൻ പോകാമെന്ന് പറയും, അല്ലെ നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറയും. മന്ത്രി ആയിരിക്കും, പക്ഷെ കൂട്ടുകാരനാണ്. അല്ലെങ്കിൽ പോലീസ് മേധാവികളായിരിക്കും. നമ്മൾ വിളിക്കും, ഇടാവാ നമുക്ക് നമ്മുടെ ഒന്ന് കറങ്ങാൻ പോകാലോ, അല്ലെ നമുക്ക് നാളെ അവധി ഉണ്ടല്ലോ കറങ്ങാൻ പോകാമല്ലോ. കൂട്ടുകാരനായിരിക്കും, പോലീസ് മേധാവികളായിരിക്കും. പക്ഷേ അവർ ആ ഒരു സുഹൃത്ത് ബന്ധം എന്ന നിലയിൽ അവർക്കത് പ്രശ്നമില്ല. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞത്, വലൗ കുന്തു മുത്തഖിദൻ ഖലീല. എനിക്ക് അങ്ങനെ ഒരു കളിക്കൂട്ടുകാരനെ എനിക്ക് സ്വന്തമാക്കാൻ ഒരു അവകാശമുണ്ടായിരുന്നെങ്കിൽ ലത്തഖൽതു അബാ ബക്കറിൻ ഖലീല, അബൂബക്കറിനെ ഞാൻ കൂട്ടുകാരനാക്കുമായിരുന്നു. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു, അദ്ദേഹം ദീനുൽ ഇസ്ലാമിൻ്റെ സഹോദരനാണ്. അപ്പോൾ നമ്മളൊക്കെ ആരാ? ഇസ്ലാമിനെ സഹായിക്കുന്നവരാകണം, ശരീഅത്തിനെ സഹായിക്കുന്നവരാകണം, ദീനിനെ സഹായിക്കുന്നവരാകണം, ഈമാനിനെ സഹായിക്കുന്നവരാകണം. അതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത, ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം. റസൂലുള്ള ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന് പ്രത്യേകമായി ഒരു കൂട്ടുകാരനെ സ്വന്തമായി, കാരണം ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പം മറ്റുള്ളവരെക്കാൾ അമിതമായി സ്നേഹിക്കുകയും അമിതമായ ആവേശം കൊടുക്കുകയും അമിതമായ സ്വാതന്ത്ര്യമൊക്കെ നൽകേണ്ടി വരും സ്വന്തം കൂട്ടുകാരനാകുമ്പോൾ. എപ്പോഴും കയറി വരാം, എന്തും പറയാം, എന്തും എടുത്ത് തിന്നാം. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഒരാളെ സ്വന്തമാക്കാൻ പറ്റൂല. കാരണം എല്ലാവരോടും ഒരേപോലെ ഉഖുവത്തുൽ ഇസ്ലാം. ഇസ്ലാമിൽ ഒരു മുസ്ലിമിനോട് ഏത് സമീപനമാണോ റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്, അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട്. എല്ലാവരുടെയും അങ്ങനെ കാണുന്നു, സമസൃഷ്ടി ഭാവന. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, സബൂറാക്ക്, നീ സമാധാനപ്പെട്ട് അവിടെ ഇരിക്കുക, നീ സമാധാനപ്പെട്ടിരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ മദീനയിൽ ഒരുപാട് വാതിലുകളുണ്ട്. എല്ലാ വാതിലുകളും അടയ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർഡർ ഇട്ടു. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബു അബാ ബക്കർ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയറി വരുന്ന ഒരു വാതിലുണ്ട്, അത് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അടച്ചിട്ടേക്ക്. ഇന്നും മദീനയിൽ പോയാൽ ബാബു അബാബക്കർ, അബൂബക്കറിൻ്റെ വാതിൽ അവിടെ ഇന്നും തുറന്നിട്ടിട്ടുണ്ട്. ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വാതിലുകളും അടയ്ക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള വാതിൽ മാത്രം തുറന്നിടാൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. അബൂബക്കർ കരഞ്ഞു, സ്വഹാബാക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. ഹിജ്റ 11 റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത്. ഹിജ്റ 10 സഫർ മാസം ആയപ്പോൾ, ഹിജ്റ 10ാമത്തെ വർഷത്തിൽ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലേക്ക് യാത്ര അയക്കുകയാണ്. മൊത്തത്തിൽ റസൂലുള്ള സൂചന നൽകി. ഇനി വ്യക്തിപരമായി റസൂലുള്ള സൂചന കൊടുക്കുകയാണ് സഹാബിക്ക്, അതെല്ലാവർക്കും ഇല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഹിജ്റ 10 മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയക്കുകയാണ്, ഗവർണറായിട്ട് പറഞ്ഞു വിടാൻ പോവുകയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്ത് ഹിജ്റ 11 ഒരു വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ഫലഅല്ലക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ഫലഅല്ലക അൻ തമുറ മസ്ജിദി ഹാദാ ഔ ഖബരി. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു, മുആദ് നീ റാഹത്തായിട്ട് പോയി ശരീഅത്തിൻ്റെ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ ഭയപ്പെടുക, ഉപദ്രവങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഒരുപക്ഷെ നീ അടുത്ത വർഷം വന്നാൽ എന്നെ കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ വ്യക്തിപരമായ സൂചന കൊടുക്കാൻ, ഫലഅല്ലക അൻ തമുറ മസ്ജിദി ഔ ഖബരി, നീ വരുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മസ്ജിദിൻ്റെയും എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും നീ സഞ്ചരിക്കുക. ഫബകാ മുആദുൻ ഖുശ്അൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല കരഞ്ഞു, വളരെ വളരെ ഖേദത്തോടെ, ഗദ്ഗദത്തോടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് കേട്ടപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി, ഇനി ഹബീബായ തങ്ങളെ കാണാൻ പറ്റൂല, ഇത് അവസാനത്തെ കാഴ്ചയാണ്. ഹിജ്റ 11 ഒരു വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയ ഒരു ഉപദേശം, വ്യക്തിപരമായ സൂചന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നു എന്നതിൻ്റെ തെളിവ്. അങ്ങനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പോയി, പിന്നീട് വന്നില്ലല്ലോ. പിന്നീട് പരിശുദ്ധമായ ഹജ്ജിൻ്റെ സമയമായി, ഹജ്ജിൻ്റെ 8ാമത്തെ ദിവസമായി യൗമു തർവിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ നബിയു ഇലാ മിന, മിനായിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പുറപ്പെട്ടു. ഫസല്ലൽ ളുഹറ വൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാ വൽ ഫജ്ർ, അവിടെ 5 നേരത്തെ ഖംസ സ്വലവാത്തിൻ 5 നേരത്തെ നമസ്കാരം അവിടെ നമസ്കരിച്ചു. ഫമക്കസ ഖലീലൻ ഹത്താ തലഅ ശംസ്, സൂര്യ ഉദിക്കുന്നവരെ കുറച്ച് സമയം അവിടെ വിശ്രമിച്ചു. പിന്നീട് അറഫയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര തിരിക്കേണ്ടത്. അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനായിൽ നിന്ന് അറഫയിലേക്കുള്ള യാത്ര. ഇദാ സാലത്തി ശംസ്, സൂര്യൻ ആ മധ്യനിലയിൽ നിന്ന് മാറി ലുഹറിനോട് അടുക്കുന്ന സമയമാകുമ്പോഴാണല്ലോ, ലുഹറിൻ്റെ സമയമാകുമ്പോഴാണല്ലോ നമ്മൾ അറഫയിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. സ്വഹാബാക്കൾ എല്ലാവരും കൂടെ നിന്നു. റസൂലുള്ളാഹി അതിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പരിശുദ്ധമായ അറഫയിലേക്ക് എത്തി. ബത്നുൽ വാദി ഫഅതാ ബത്നുൽ വാദി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വജ്തമഅ ഹൗലഹു 144 മിനന്നാസ്, ഏകദേശം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുവട്ടാരത്തിൽ 1,44,000-ഓളം സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യവും അവസാനവുമായ ഹജ്ജ്. ثم أقبل على الناس فقام خطيبا وألقى هذه الخطبة الجامعة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രഭാഷണം തുടങ്ങി. ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയ്യുഹന്നാസ്, ഏറ്റവും വലിയ ശ്രദ്ധേയമായ പ്രഭാഷണമാണ്. റസൂലുള്ളാഹി ഇതൊക്കെ പ്രസംഗിക്കുന്നതിന് നമുക്ക് ചുമ്മാ പ്രസംഗിക്കാനല്ല, ഇത് വെറുതെ പറയുന്നൊരു വാക്കുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്മഉ ഫലഅല്ലി ലാ അൽഖാകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിമൗഖിഫി ഹാദാ. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ശ്രദ്ധാപൂർവം കേൾക്കണം. ഇന്നത്തെ ഈ ഒരു നിപ്പ്, ഈ ഒരു സന്ദർഭം, ഈ ഒരു സ്ഥലത്ത് അടുത്ത വർഷം ഞാൻ വരുമെന്നോ ഉണ്ടാകുമെന്നോ എനിക്കറിയില്ല. ഈ വർഷത്തിന് ശേഷം അടുത്ത വർഷം ഞാൻ ഈ സ്ഥലത്ത്, ഈ പരിസരത്ത്, ഈ മഖാമില് ബിമൗഖിഫി ഹാദാ, ഇവിടെ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല, പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഖുദു അന്നി മനാസിക്കക്കും, എങ്ങനെയാണ് ഞാൻ ഹജ്ജ് ചെയ്യുന്നത് എന്ന് ഞാൻ പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും. അത് എന്നിൽ നിന്ന് നിങ്ങൾ നല്ലത് വണ്ണം പഠിച്ചു കൊള്ളുക. ഖുദു അന്നി മനാസിക്കക്കും, നല്ലതുപോലെ പഠിച്ചു കൊള്ളണം. എൻ്റെ ഉപദേശങ്ങൾ ഇസ്മഉ, ഗൗരവത്തോടെ നിങ്ങളത് കേൾക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ 1,24,000 എന്നുമുണ്ട് ഹദീസിൽ, 1,44,000 എന്നുമുണ്ട് ഹദീസിൽ. എല്ലാവരും വട്ടം കൂടിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണം കേൾക്കുകയാണ്. അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി ഹാദൽ യൗം വഫീ ഷഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഏ ജനങ്ങളെ, ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ, ഈ ഹജ്ജത്തുൽ വദാഇലെ ഈ പ്രധാനമായ ഈ അസുലഭ സന്ദർഭം, അസുലഭ നിമിഷം, ഈ സമയം, ഈ നാട്, ഈ മാസം, ഇത് അമൂല്യമാണ്, ഇത് വിലപിടിപ്പുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസമാണ്, സ്ഥലമാണ്, സമയമാണ്, സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസത്തെയും ഈ മാസത്തെയും ആ നാടിനെയും വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങൾക്ക് പവിത്രമാണ്. അതാദ്യം പഠിച്ചു വെച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കതാണ്. നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, നമുക്ക് അല്ലാഹു തന്ന ഈ ശരീരം, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന 1,24,000 അല്ലെങ്കിൽ 44,000 പേര് അടങ്ങിയിരിക്കുന്ന ഈ ഒരു മഹാസഞ്ചയം, ഈ ജനസഞ്ചയത്തിൻ്റെ മധ്യത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന ഈ ശരീരം, നമുക്ക് തന്ന ഈ സമ്പത്ത് ഏറ്റവും വലിയ വിലപിടിപ്പുള്ളതാണ്, അമൂല്യമാണ്. ഈ ദിവസത്തിന് എത്രത്തോളം നിങ്ങൾ മഹത്വം കൽപ്പിക്കുന്നു, അതുപോലെ ഈ നാടിന് എത്രത്തോളം മഹത്വം കൽപ്പിക്കുന്നു, അതുപോലെ ഈ മാസത്തിന് എത്രത്തോളം മഹത്വം കൽപ്പിക്കുന്നു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചിന്തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വിലപ്പെട്ടതാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അല്ലാഹു തആല തന്ന ഹലാലായ സമ്പത്ത് അത് വിലപ്പെട്ടതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അതിന് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് സാരം. ഇത് വിലപ്പെട്ടതാണ്. ഈ നാടിനെയും ഈ മാസത്തെയും ഈ ദിവസത്തെയും നിങ്ങൾ ഓർക്കണം. അപ്പം പരിശുദ്ധമായ ആ ഹജ്ജത്തുൽ വദാ, ഹജ്ജിൻ്റെ മാസത്തിൽ, ആ നാട്ടിൽ, ആ ദിവസത്തെ പോലെ അള്ളാഹു നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമ്പത്തിനെ ആദരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ഇന്ന അവ്വല ദമിൻ അളഉ മിൻ ദിബാഇനാ ദമ ഇബ്ന റബീഅ ഇബ്നുൽ ഹാരിസ് ഫഖതലഹു ഹുദൈൽ വകാന മുസ്തർലിഅൻ ഫീ ബനി സഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ, കൊച്ചാപ്പയുടെ കുടുംബത്തിൽ
മുലകുടി ബന്ധത്തിലൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ആ കുട്ടിയെ ഹുദൈൽ എന്ന് പറയുന്ന വ്യക്തി കൊന്നുകളഞ്ഞു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമം ശരീഅത്തനുസരിച്ച് തിരിച്ചവനെ കൊല്ലണം. കൊന്ന വ്യക്തി ആരാണ്? റബീഅ ഇബ്നുൽ അൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ദിയാപ്പണം വാങ്ങണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. അള്ളാന്റെ റസൂലിന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ കരുണയാണ് ലോകത്തോട് കാണിച്ചത്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചുമോനെ, കുഞ്ഞു പൈതലിനെ കൊന്നുകളഞ്ഞ റബീഅ ഇബ്നുൽ ഹാരിസിന് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവനെ ഞാൻ കൊലയ്ക്ക് കൊല എന്ന പ്രതികാരം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അവനിൽ നിന്ന് ഒരു നയാ പൈസ പോലും, ഒരു ദിർഹമോ ദിനാറോ പോലും ദിയാപ്പണം എന്ന നിലയിൽ എനിക്ക് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ആരെയും കൊല ചെയ്യരുത്, നിങ്ങൾ ആരെയും കൊലവിളി നടത്തരുത്, ആരെയും കൊല്ലാൻ വേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്യരുത്, പ്രചോദനം ചെയ്യരുത്. ഒരാളെ കൊന്നുകളഞ്ഞാൽ കഴിവതും അദ്ദേഹത്തെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തണം. ഇതാ എൻ്റെ കുടുംബത്തിലെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നവന് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു റസൂലുള്ളാഹി. ഏറ്റവും വളരെ ഗൗരവമേറിയ പ്രഭാഷണമാണ് ഹബീബേ. നമ്മളിതൊക്കെ ചുമ്മാ വെറുതെ കേട്ടിട്ട് കത്തി എടുത്തുകൊണ്ട് കുത്താൻ നിൽക്കലല്ല വേണ്ടത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊച്ചുകുട്ടിയെ കൊന്നുകളഞ്ഞു. ആ കൊച്ചുകുട്ടിക്ക് വേണ്ടി റസൂലുള്ള പറഞ്ഞാൽ അവൻ്റെ തലയെടുക്കും, നിയമമാണ്, യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പണം കൊടുക്കാൻ പറയും. ഹബീബ റസൂൽ തങ്ങൾ എന്തിനാണ് ആ മാതൃക കാണിച്ചത്? ഇനി ഭാവിയിൽ നിങ്ങൾ കൊലവിളി നടത്താനും പാടില്ല. അങ്ങനെ ആരെങ്കിലും കൊന്നു, അബദ്ധത്തിൽ ഒരാളെ കൊന്നുകളഞ്ഞു, നിമിഷപ്രിയയെ പോലെ, അബ്ദുറഹ്മാനെ പോലെ, നിങ്ങൾ കുറച്ച് പണം കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആ കൊലക്കയറിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅവ്വലു റിബൻ അല്ലാഹു തഹത ഖദമി. പലിശയുടെ ഇടപാടുകൾ മുഴുവനും ഇന്നത്തെ ഈ സമയം, ഈ ദിവസത്തിൽ ഞാനിതാ എൻ്റെ കാലിൻ്റെ കീഴിൽ ചവിട്ടി അരച്ചു കളയുകയാണ്. ആദ്യമായി പലിശ കച്ചവടം നടത്തിയത് എൻ്റെ കൊച്ചാപ്പയാണ്, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, വഅവ്വലു റിബാന അല്ലാഹു റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. എൻ്റെ കൊച്ചാപ്പയായിരുന്നു പലിശ കച്ചവടക്കാരൻ, ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരൻ. ആ പലിശ ഇതാ എൻ്റെ കാലിൻ്റെ കീഴിലിട്ട് ഞാൻ ചവിട്ടി അരയ്ക്കുകയാണ്. ഇനി മേലിൽ ഈ മുസ്ലിം സമുദായം പലിശയുടെ ഒരംശവുമായി ബന്ധപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് മുമ്പ് നമ്മളെല്ലാം പറഞ്ഞിട്ട് പോവാണ്, ഇനി എന്തെങ്കിലും ചെയ്തിട്ട് റസൂലുള്ളാഹി എന്നാളെ കുറ്റം പറയരുത്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ പലിശക്കാരൻ. കണക്ക് നോക്കി, പലിശ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് 10,000 മിസ്കാൽ, 5,500 പവൻ സ്വർണം പലിശ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. പലിശ ഇനത്തിൽ ഇന്നത്തെ കണക്ക് കൂട്ട് 49,50,00,000 രൂപ അദ്ദേഹത്തിന് പലിശയായിട്ട് കിട്ടാനുള്ളതാണ്. 49,50,00,000 രൂപ പലിശ ഇനത്തിൽ കിട്ടാനുള്ള അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എല്ലാം എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നത്തോടുകൂടി ഈ പലിശയുടെ ഇടപാട് ഞാൻ നിർത്തിയിരിക്കുകയാണ്, ഇനി മേലിൽ പലിശ സമ്പ്രദായം നമുക്കില്ല. അബ്ബാസ് റളിയല്ലാഹു അതോട് നിർത്തി, പലിശ സ്റ്റോപ്പ് ചെയ്തു. ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ മരണപ്പെട്ട സമയത്ത് വാപ്പയുടെ കണക്ക് നോക്കി അദ്ദേഹം കടം 22 ലക്ഷം ദിർഹം കടക്കാരനായിരുന്നു. വാപ്പ മരിക്കുമ്പോൾ 22 ലക്ഷം ദിർഹം കടക്കാരൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണല്ലോ. എൻ്റെ വാപ്പ മരണപ്പെട്ടു, ഖബറിനകത്ത് വാപ്പയെ ശിക്ഷിക്കാൻ പാടില്ല. അബ്ദുള്ള എന്ന് പറയുന്ന മകൻ കണക്ക് നോക്കി. അദ്ദേഹം കണക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി 1,65,000 ദിർഹമിന് വാങ്ങിയിട്ടിരുന്ന പ്രോപ്പർട്ടി അദ്ദേഹം 22 ലക്ഷം റിയാലിന് വിറ്റു. ഇതിനകത്ത് വേറൊരു മസലയുണ്ട്. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങിയിട്ടു, 50 ലക്ഷം രൂപ ലാഭത്തിന് വിറ്റു. ഹലാലാണ്, ജായിസാണ്, കുഴപ്പമില്ല. അത്രയും വലിയ ലാഭം എടുക്കാമെന്നൊന്നും ആരും പറയണ്ട. അതിന് ഏറ്റവും വലിയ തെളിവായത് ഈ ഹദീസ്. പഠിച്ചു വെച്ചോ. വസ്തു കച്ചവടക്കാർക്ക് നല്ല ഒരു പോയിന്റാണ്. വല്ല കമ്മീഷൻ ഉണ്ടോ കൊണ്ട് തരണം, അസലാണ് പറഞ്ഞു തരാണ്. 10 ലക്ഷം രൂപയ്ക്ക് വീടെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ 50 ലക്ഷം രൂപ കിട്ടി, ധൈര്യമായിട്ട് കൊടുക്കാം.
1,65,000 രൂപയ്ക്ക് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു വീടും സ്ഥലവും വാങ്ങിയിട്ടു. വാപ്പ മരിച്ചപ്പോൾ വാപ്പയുടെ കടം തീർക്കാൻ വേണ്ടി വിറ്റപ്പോൾ 22 ലക്ഷം ദിർഹം കിട്ടി. എത്ര ലാഭം? 90% ലാഭം കിട്ടി. അൽഹംദുലില്ലാ. ബാക്കി വേറെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതും വിറ്റിട്ട് വാപ്പയുടെ കടം തീർത്തു. പാപ്പായ്ക്ക് സ്വർഗത്തിൽ പോണേ. മക്കൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഗുണം പഠിച്ചോ. വാപ്പ കടക്കാരനായിട്ട് അവിടെ കിടക്കാണ്. നമ്മൾ 3, 40, 101 ഒക്കെ ഓതി ദുആർന്ന് ഫാത്തിഹ ഓതാണ്. അവിടെ മൂപ്പിലൈഡി കൊള്ളുകയാണ്. ഈ ഇടപാട് തീർത്ത് ഈ പണം, ഈ ചാപ്പാട് കൊടുക്കുന്ന പൈസ കൊണ്ട് ആ വാപ്പാടെ കടമിടപാട് തീർത്ത്, ഹക്കടപാട് തീർത്ത് വാപ്പായെ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് കണ്ടെത്തേണ്ടത്. ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, അതേപോലെ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല, ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ, അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് എല്ലാവരും പൈസ ഏൽപ്പിക്കുന്നത്. ഷെയർ മാർക്കറ്റിന് പൈസ ഏൽപ്പിക്കും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി. 50,000 ദിർഹം ഉണ്ടായിരുന്നു, 7.5 കോടിയോളം രൂപ. അതെല്ലാം കൃത്യമായി ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവർക്കിടയിൽ ഉണ്ടാകിയ ഒരു ഏറ്റവും വലിയ ഒരു നല്ല സ്വഭാവമെന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ആരെങ്കിലും അമാനത്ത് എന്ന നിലയിൽ പണം ഒരാളുടെ കൈവശം ഏൽപ്പിച്ചാൽ കൃത്യമായി അത് മടക്കി കൊടുക്കും, കൃത്യമായി അത് അവരെ തിരിച്ചേൽപ്പിക്കും. ഇതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ പോലും. ബാക്കിയുള്ള ജഹാലത്തുകളൊന്നും അവർ വിട്ടില്ല. വെള്ളമടിക്കലും കഞ്ചാവടിക്കലും പെണ്ണ് പിടിക്കലും അതുമായി ബന്ധപ്പെട്ട തമ്മാടിത്തരങ്ങൾക്കെല്ലാം അവർ കൂട്ടായിരുന്നു. പക്ഷെ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം അവർ വളരെ കൃത്യമായിരുന്നു. അങ്ങനെയാണല്ലോ ബദർ യുദ്ധം വരുമ്പോൾ അബൂ സുഫിയാൻ കച്ചവടത്തിന് വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ബഹളം വെച്ചത്. നിങ്ങളുടെ പൈസ ഒക്കെ അതാ തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നു മുഹമ്മദ്, പെട്ടെന്ന് വേണമെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്വാനം നടത്തിയതിൻ്റെയൊക്കെ ചരിത്രം അതാണല്ലോ. അബൂ സുഫിയാൻ അപ്പോൾ എല്ലാവരുടെ ഹക്കുകൾ പരിപൂർണമായി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ അമാനത്ത് നമ്മുടെ കൈവശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ജഹാലത്തുകളും, ഇന്ന് വരെ നടന്ന ഈ നാട്ടിലെ ജഹാലത്തുകൾ, സംസ്കാരമില്ലായ്മ, ഇത് മുഴുവനും ഇതാ ഞാൻ എൻ്റെ കാലിൻ്റെ കീഴിൽ വെച്ച് അടിച്ച് തകർക്കുകയാണ്. ഇനി മേലിൽ ആ ഒരു ജഹാലത്ത് ഈ പരിശുദ്ധമായ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം അത്തരം പറഞ്ഞു നിർത്തി. ബാക്കി നമുക്ക് അടുത്ത പ്രഭാഷണത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. വെറുതെ കേട്ട് പോക